പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിളിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കണ്ണുനീർ തുടച്ച് ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന ദുഃഖവും ദാരിദ്ര്യവും പ്രതിസന്ധികളും ദുരിതങ്ങളും എടുത്തു മാറ്റണമേ. ഓ കൃപാസനം പ്രസാദവര മാതാവേ, ഞങ്ങളെ സഹായിക്കണമേ. കൃപാസനം പ്രസാദവര മാതാവ് സഞ്ചാരി മാതാവാണ്. നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ സഞ്ചാരി മാതാവ് നിങ്ങളുടെ ഭവനങ്ങളിൽ വരും. കൃപാസനം അമ്മ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നു. അമ്മയിൽ വിശ്വസിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും അമ്മ നിങ്ങൾക്ക് സാധിച്ചു തരും. ഈ പ്രാർത്ഥനയിലൂടെ അമ്മ നിങ്ങളുടെ അമ്മയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും. പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും. അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ പക്കൽ നമുക്കുള്ള ഏകമധ്യസ്ഥയാണ് കൃപാസനം പ്രസാദവര മാതാവ്. അമ്മയെ വിളിച്ചപേക്ഷിച്ചാൽ അമ്മ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അതിനുള്ള ഏകസാക്ഷ്യമാണ് കൃപാസനത്തിൽ അനുദിനം നടക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സാക്ഷ്യങ്ങളും അനുഭവങ്ങളും. പരിശുദ്ധ അമ്മേ, ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ സഹായിക്കണമേ. അമ്മ ഞങ്ങളെ ഉപേക്ഷിക്കുകയില്ല എന്ന വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ഭവനത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ, എൻ്റെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ, ഉപകാരികൾ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാമ്മേ, ഞങ്ങളെ കാക്കണമേ. ലോകത്തിൻ്റെ മായാമോഹങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീല അങ്കിയാൽ ഞങ്ങളെ പൊതിയണമേ. കർത്താവായ ദൈവമേ, ദയവായി എന്നോട് ക്ഷമിക്കണമേ. അങ്ങേ നാമത്തിൽ മറ്റുള്ളവർ എനിക്കെതിരായി ചെയ്തതിന് ഞാൻ അവരോട് ക്ഷമിക്കുന്നു. സാത്താനെയും ദുഷ്ടാത്മാക്കളെയും അവരുടെ എല്ലാ പ്രവൃത്തികളെയും ഞാൻ ത്യജിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്നും എന്നേക്കും എൻ്റെ മുഴുവൻ വ്യക്തിത്വത്തെയും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ അങ്ങയെ ക്ഷണിക്കുന്നു. എൻ്റെ കർത്താവും ദൈവവും നാഥനും രക്ഷകനുമായി ഞാൻ അങ്ങയെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു. എൻ്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുന്നു. എന്നെ സുഖപ്പെടുത്തണമേ. ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളെ മാറ്റണമേ. ശരീരത്തിലും ആത്മാവിലും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങേ പുത്രൻ്റെ വിലയേറിയ തിരുരക്തത്താൽ ഞങ്ങളെ മൂടണമേ. ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധ മറിയമ്മേ, എൻ്റെ അമ്മേ, സമാധാനത്തിൻ്റെ രാജ്ഞി, വിശുദ്ധരെ, ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദയവായി ഞങ്ങളെ സഹായിക്കണമേ. ഈ നിമിഷം ഞങ്ങളുടെ വാക്കുകൾ, പ്രവർത്തികൾ, ചിന്തകൾ എല്ലാം പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ധാരണയ്ക്കതീതമായ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും നിയന്ത്രിക്കണമേ. അങ്ങേ പുത്രൻ്റെ വചനത്താൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പുറപ്പെടട്ടെ. അങ്ങേ കാരുണ്യത്താൽ രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഉറക്കത്തിൽ നീ ഞങ്ങൾക്ക് വിശ്രമം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ നന്മയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ അപേക്ഷകൾ നിനക്ക് സമർപ്പിക്കുവാനും ഞങ്ങളെ ഉയർപ്പിക്കണമേ. ഇപ്പോൾ നിന്റെ സ്വന്തം ആർദ്രമായ സ്നേഹത്താൽ നിന്നെ ആരാധിക്കുന്ന ഞങ്ങളെ സ്വീകരിക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാ അപേക്ഷകളും രക്ഷയിലേക്ക് നയിക്കുന്നുവെങ്കിൽ അവ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വെളിച്ചത്തിൻ്റെയും പകലിൻ്റെയും മക്കളാണെന്നും നിന്റെ നിത്യപ്രതിഫലനത്തിൻ്റെ അവകാശികളാണെന്നും വെളിപ്പെടുത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ യേശുവേ, നിന്റെ കാരുണ്യത്തിൻ്റെ സമൃദ്ധിയിൽ നിന്റെ എല്ലാ ആളുകളെയും ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കരയിലും കടലിലും വായുവിലും നിന്റെ പ്രദേശത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും മനുഷ്യവർഗത്തോടുള്ള നിന്റെ സ്നേഹം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ എല്ലാ സഹോദരന്മാരെയും ഓർക്കണമേ. എല്ലാവരുടെയും മേൽ അങ്ങേ മഹാകരുണ ചൊരിയണമേ. അങ്ങനെ ഞങ്ങൾ ശരീരത്തിലും ആത്മാവിലും രക്ഷിക്കപ്പെടട്ടെ. പരാജയപ്പെടാതെ സ്ഥിരോത്സാഹത്തോടെ ഇരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആത്മവിശ്വാസത്തിൽ അങ്ങേ ഉന്നതവും അനുഗ്രഹീതവുമായ നാമമായ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും
ഇന്നും എന്നേക്ക് സ്തുതിക്കുവാൻ ഇടയാകട്ടെ. ഇന്നേ ദിവസത്തെ എൻ്റെ എല്ലാ പ്രവർത്തികളും യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ഉദ്ദേശ്യങ്ങൾക്കും മഹത്വത്തിനും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ സ്പന്ദനത്തെയും, എൻ്റെ ഓരോ ചിന്തയെയും, എൻ്റെ എല്ലാ ലളിതമായ പ്രവർത്തികളെയും അതിൻ്റെ അനന്തമായ ഗുണങ്ങളുമായി അവയെ ഒന്നിപ്പിച്ചുകൊണ്ട് വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി അവയെ അതിൻ്റെ കരുണാമയമായ സ്നേഹത്തിൻ്റെ ചൂളയിലേക്ക് എറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നല്ല ദൈവമേ, എനിക്കും ഞാൻ സ്നേഹിക്കുന്നവർക്കും വേണ്ടി അങ്ങേ വിശുദ്ധ ഇഷ്ടം പൂർണ്ണമായി നിറവേറ്റുവാനും ഈ കടന്നു പോകുന്ന ജീവിതത്തിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിന്റെ സ്നേഹത്തിനായി സ്വീകരിക്കുവാനും അങ്ങനെ ഒരു ദിവസം സ്വർഗത്തിൽ നിത്യത മുഴുവൻ എത്തിച്ചേരുവാനും കൃപ ഞങ്ങളോട് കാണിക്കണമേ. മറിയത്തിൻ്റെ വിമല ഹൃദയമേ, ഇന്നേ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ പ്രാർത്ഥനകൾ, പ്രവർത്തികൾ, സന്തോഷങ്ങൾ, കഷ്ടപ്പാടുകൾ എന്നിവയെല്ലാം ഞാൻ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അത് നല്ലതോ ചീത്തയോ ആകട്ടെ, ദൈവസ്നേഹത്തിനും പാപികളുടെ മാനസാന്തരത്തിനും യേശുവിൻ്റെ തിരുഹൃദയത്തിനും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും എതിരായി ചെയ്ത എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പരിശുദ്ധ മാതാവേ, പരിശുദ്ധ ദീപമാതാവേ, ഞങ്ങളെ സഹായിക്കണമേ. കരുണാമയനായ ദൈവമേ, ഒരു എന്നെ ക്രിസ്ത്യാനിയാക്കി. പരിശുദ്ധ ദീപമാതാവേ, സ്ഥായിയായ പ്രാർത്ഥനയിൽ അസാധ്യമായ മാതാവേ, എന്നെ ചുറ്റിപ്പറ്റിയുള്ള ബുദ്ധിമുട്ടുകൾക്കിടയിലും അമ്മയുടെ നന്മയിലും അത്ഭുത ശക്തിയിലും ആത്മവിശ്വാസത്തോടെ ഞാൻ അമ്മയിലേക്ക് തുടരുന്നു, അമ്മയിലേക്ക് തിരിയുന്നു. പരിശുദ്ധ മാതാവേ, ഒരത്ഭുതത്തിൻ്റെ അടിയന്തര ആവശ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമ്മ ഞങ്ങളുടെ അമ്മയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ അമ്മയുടെ മാതൃസ്നേഹത്തിലേക്ക്, മാതൃസഹായത്തിലേക്ക് കണ്ണുകൾ ഉറ്റുനോക്കുന്നു. അമ്മയിൽ ഞാൻ ആശ്വാസത്തിൽ പിന്തുണ കണ്ടെത്തുമെന്ന് വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ ദൈവമാതാവേ, എല്ലാ കൃപകളുടെയും മധ്യസ്ഥയുമായ പരിശുദ്ധ അമ്മേ, എൻ്റെ അവസ്ഥയെ, എൻ്റെ ജീവിത സാഹചര്യങ്ങളെ, എൻ്റെ കണ്ണുനീരിനെ, എൻ്റെ പ്രതികൂല സാഹചര്യങ്ങളെ, ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ബുദ്ധിമുട്ടുകളെ, ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥകളെ അനുകമ്പയോടും കരുണയോടും കൂടി നോക്കി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, എല്ലാം അമ്മ അറിയുന്നുവല്ലോ. ഈ നിമിഷം ഈ പ്രാർത്ഥനയിലൂടെ എൻ്റെ കണ്ണുനീർ തുടച്ച് എന്നെ, എൻ്റെ ഭവനത്തെ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനുഷികമാക്കുവാൻ അസാധ്യമെന്ന് തോന്നുന്നതിനെ മറികടക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ദൈവിക ഇടപെടൽ അനുഭവിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. അമ്മയുടെ മകനായ യേശുവിനോട് ഞാൻ ഈ നിമിഷം അമ്മ വഴി മാധ്യസ്ഥം യാചിക്കുന്നു. പരിശുദ്ധ മാതാവേ, അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു. കാരണം അമ്മയുടെ മക്കളുടെ നിലവിളികൾക്ക് ഉത്തരം നൽകാൻ ഒരിക്കലും പരാജയപ്പെടാത്ത അമ്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അറിയാം, എൻ്റെ വിഷമകരമായ സാഹചര്യത്തിന് പരിഹാരമായി എനിക്ക് ആശ്വാസം പകരുവാൻ ആവശ്യമായ അത്ഭുതം എനിക്ക് ലഭിക്കുവാൻ ദൈവഹിതമാണോ എന്ന് ഞാൻ അമ്മയോട് ചോദിക്കുന്നു. ഓ സ്നേഹനിധിയായ അമ്മേ, ഞാൻ രഹസ്യമായി പൊഴിക്കുന്ന കണ്ണുനീരും ഞാൻ കടന്നു പോകുന്ന വേദനയുടെ രാത്രികളും എൻ്റെ അഗാധമായ ആഗ്രഹങ്ങളും അമ്മ അറിയുന്നുവല്ലോ. ആരോടും പറയാൻ പറ്റാത്ത എൻ്റെ ജീവിത സാഹചര്യങ്ങളെ അവിടുന്ന് മനസ്സിലാക്കുന്നുവല്ലോ. ഈ നിമിഷത്തിൽ എൻ്റെ എല്ലാ ആശങ്കകളും ഉത്കണ്ഠകളും ഇതാ ഞാൻ അമ്മയെ ഏൽപ്പിക്കുന്നു. അമ്മയുടെ കൈകളിൽ ഞാൻ മുന്നോട്ടു പോകുവാൻ ആവശ്യമായ ആശ്വാസവും പ്രതീക്ഷയും കണ്ടെത്തുമെന്ന് വിശ്വസിക്കുന്നു. അസാധ്യകാര്യങ്ങളുടെ മാതാവേ, എൻ്റെ മനസ്സിനെ പ്രബുദ്ധമാക്കുവാൻ ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു. അതുവഴി എനിക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ സ്നേഹവും ദൈവിക ജ്ഞാനവും നൽകണമേ. പ്രതിബന്ധങ്ങൾ അതിജീവിക്കാത്തവയായി തോന്നുമ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടുവാനുള്ള ശക്തിയും ധൈര്യവും അമ്മയിൽ കണ്ടെത്തുന്നെന്ന് എനിക്കറിയാം. ഓ പ്രിയപ്പെട്ട അമ്മേ, ഈ നിമിഷം അടിയന്തരമായി ഒരു അത്ഭുതത്തിനായി നിലവിളിക്കുന്ന എല്ലാവരുടെയും മേൽ അമ്മയുടെ ഉദാരമായ കരം നീട്ടണമേ. അത് ദുരിതം അനുഭവിക്കുന്നവരുടെയും ദരിദ്രരുടെയും ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ.
എല്ലാവർക്കും സമാധാനവും ആശ്വാസവും ഞങ്ങൾ ആരും ഒരിക്കലും തനിച്ചല്ല എന്ന ഉറപ്പും നൽകുന്നു. അമ്മയുടെ മധ്യസ്ഥത ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റവും ആവശ്യമുള്ളവർക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകട്ടെ. ഓ പരിശുദ്ധ മാതാവേ, എൻ്റെ പ്രാർത്ഥന കേട്ടതിനും ദൈവത്തോട് എനിക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചതിനും ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിലും അമ്മയുടെ സഹായത്തിനായി നിലവിളിക്കുന്നവരുടെ ജീവിതത്തിലും അമ്മ ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങൾക്കും ഞാൻ മുൻകൂട്ടി നന്ദി പറയുന്നു. അമ്മയുടെ മഹത്വത്തിനും അനന്തമായ സ്നേഹത്തിനും സാക്ഷ്യം വഹിച്ചുകൊണ്ട് എൻ്റെ വിശ്വാസം അനുദിനം ദൃഢീകരിക്കപ്പെടണമേ. ഞങ്ങളുടെ അമ്മേ, എൻ്റെ അഭ്യർത്ഥന അനുവദിക്കുവാൻ മാത്രമല്ല, അടിയന്തരമായ അത്ഭുതത്തിനായി പ്രാർത്ഥിക്കുന്ന എല്ലാവരിലേക്കും അനുഗ്രഹങ്ങൾ ചൊരിയണമേ. അമ്മയുടെ അനുഗ്രഹങ്ങൾ ആവശ്യമുള്ള എല്ലാവർക്കും ആശ്വാസവും പ്രത്യാശയും സാന്ത്വനവും നവീകരണവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിൽ ഞാൻ വിശ്വസിക്കുകയും എൻ്റെ ജീവിതം അമ്മയുടെ സ്നേഹകരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. അമ്മയുടെ ഭക്തിയും മഹത്വവും എനിക്ക് ചുറ്റുമുള്ള എല്ലാവരിലേക്കും വ്യാപിച്ചുകൊണ്ട് ഞാൻ അമ്മയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും. ഓ പ്രിയപ്പെട്ട അമ്മേ, നിരന്തരമായ പ്രാർത്ഥനയിൽ അസാധ്യമായ കാര്യങ്ങളുടെ ദൈവവുമായുള്ള അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ആത്മവിശ്വാസത്തോടെ ഞാൻ അമ്മയിലേക്ക് തിരിയുന്നു, അമ്മയിൽ വിശ്വസിക്കുന്നു. അമ്മ പ്രതീക്ഷയുടെ അമ്മയാണെന്നും ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുള്ള സ്വർഗത്തിൻ്റെ രാജ്ഞിയാണെന്നും ഞാൻ തിരിച്ചറിയുന്നു. ഈ നിമിഷത്തിൽ വേദനയും കഷ്ടപ്പാടും എൻ്റെ ഹൃദയത്തെ കീഴടക്കുന്നതായി തോന്നുമ്പോൾ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാൻ ആവശ്യമായ അഭയവും ശക്തിയും എനിക്ക് നൽകണമേ. എനിക്ക് വളരെയധികം ആവശ്യമുള്ള അത്ഭുതം നൽകണമേ. ആ അത്ഭുതത്തിനായി പിതാവിൻ്റെ മുൻപിൽ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് വിനയത്തോടും വിശ്വാസത്തോടും കൂടി ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു. കൃപയും സ്നേഹവും നിറഞ്ഞ അമ്മേ, അമ്മയ്ക്ക് എൻ്റെ അഗാധമായ സങ്കടങ്ങളും എൻ്റെ ഏറ്റവും അടിയന്തര ആവശ്യങ്ങളും അറിയാം. അമ്മയുടെ അനന്തമായ നന്മയും കരുണയും അറിഞ്ഞുകൊണ്ട് എൻ്റെ എല്ലാ ആശങ്കകളും ബുദ്ധിമുട്ടുകളും ഞാൻ അമ്മയുടെ കൈകളിൽ വെക്കുന്നു. അവയ്ക്ക് ഓരോന്നിനും അമ്മ പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണെന്നും അമ്മയോട് നിലവിളിക്കുന്നവരെ മോചിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും അമ്മയ്ക്ക് ശക്തിയുണ്ടെന്നും എനിക്കറിയാം. അതിനാൽ എന്നെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കുവാനും എന്നെ സംരക്ഷിക്കുവാനും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അമ്മയോട് അപേക്ഷിക്കുന്നു. എന്നെ പിടികൂടിയേക്കാവുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും പരിശുദ്ധ മാതാവേ, എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കണമേ. എല്ലാ നന്മയുടെയും കാരുണ്യത്തിൻ്റെയും ഉറവിടം അവിടുന്നാണ്. തിന്മയുടെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവരെ മോചിപ്പിക്കുവാൻ അമ്മയ്ക്ക് ശക്തിയുണ്ട്. അതിനാൽ ഞങ്ങളെ ബാധിക്കുന്ന എല്ലാ ആസക്തികളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുവാനും അതിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുവാനും ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളെ പിടികൂടിയേക്കാവുന്ന എല്ലാ അപകടങ്ങളെയും തരണം ചെയ്യുവാൻ അതിജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞാൻ അമ്മയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ അമ്മയുടെ ദിവ്യ വെളിച്ചം എൻ്റെ പാതയെ പ്രകാശിപ്പിക്കുകയും സമാധാനത്തിലേക്കും ഐക്യത്തിലേക്കും ഞങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സംരക്ഷണം എൻ്റെ മേലുണ്ടായേക്കാവുന്ന അമ്മയുടെ മധ്യസ്ഥത എൻ്റെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹം കൊണ്ടുവരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഓ പരിശുദ്ധ ദൈവമാതാവേ, എന്നെ ചുറ്റിപ്പറ്റിയുള്ള അപകടങ്ങളിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ. എനിക്ക് സംഭവിച്ചേക്കാവുന്ന എല്ലാ തിന്മകളിൽ നിന്നും അകറ്റുവാനും ഞാൻ അമ്മയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യം വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും പാതയിലൂടെയും എന്നെ നയിക്കുകയും എന്നെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് എന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്നപേക്ഷിക്കുന്നു. ഓ പ്രിയ അമ്മേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്നും എല്ലാ തിന്മകളിൽ നിന്നും അവരെ സംരക്ഷിക്കണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥത എൻ്റെ വീട്ടിൽ സമാധാനവും ഐക്യവും കൊണ്ടുവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
എൻ്റെ രാജ്യത്തെ അനുഗ്രഹിക്കണമെന്നും അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകണമേ എന്നും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, എൻ്റെ പ്രാർത്ഥനകൾ കേട്ടതിനും എപ്പോഴും എൻ്റെ അരികിലുണ്ടായിരുന്നതിനും ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകണമേ, എൻ്റെ ഭവനത്തോടൊപ്പം ഉണ്ടാകണമേ, എൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം ഉണ്ടാകണമേ. എല്ലായ്പ്പോഴും അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് അനുഭവവേദ്യമാക്കട്ടെ. എൻ്റെ പ്രാർത്ഥന കേട്ടതിന്, എൻ്റെ ആവശ്യങ്ങളിൽ എന്നെ സഹായിച്ചതിന് പരിശുദ്ധ ദൈവമാതാവേ ഞാൻ നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. അമ്മയുടെ സാന്നിധ്യം, സംരക്ഷണം, മാധ്യസ്ഥം ഞങ്ങൾക്കെന്നും അനുഭവിക്കുവാനിടയാകട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളെ തിന്മയുടെ ശക്തികളിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന്, ലോകാരൂപിയിൽ നിന്ന്, ദൈവഹിതത്തിനെതിരായ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ അമ്മേ, അമ്മയുടെ സാന്നിധ്യം, സംരക്ഷണം, മാധ്യസ്ഥം ഞങ്ങൾക്കെപ്പോഴും നൽകണമേ. ഞങ്ങൾക്കായി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ മുൻപാകെ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് രോഗശാന്തിയുടെയും ക്ഷേമത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നൽകണമേ. അങ്ങേ ജീവശക്തി ഞങ്ങളുടെ എല്ലാ കോശങ്ങളിലും വ്യാപിക്കട്ടെ. ഞങ്ങളുടെ എല്ലാ മാനങ്ങളിലും ഞങ്ങളെ പുതുക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യണമേ. ദൈവിക സൃഷ്ടാവായ ദൈവമേ, ഞങ്ങളുടെ ബന്ധങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ സ്ഥാപിക്കുന്ന എല്ലാ ഇടപെടലുകളിലും നിരുപാധികമായ സ്നേഹം സ്വതന്ത്രമായി പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ സ്നേഹിക്കുന്നവരുമായി ആഴമേറിയതും അർത്ഥവത്തുമായ ബന്ധം വളർത്തിയെടുക്കുവാൻ എനിക്കും എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ബന്ധങ്ങൾ സന്തോഷത്തിൻ്റെയും പരസ്പര വളർച്ചയുടെയും പിന്തുണയുടെയും ഉറവിടങ്ങളായിരിക്കട്ടെ. ഞങ്ങൾക്ക് ദിവസവും ലഭിക്കുന്ന എല്ലാ സമ്മാനങ്ങൾക്കും നന്ദി പ്രകടിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അഗാധമായ ഭക്തിയോടെ അമ്മയുടെ സ്നേഹനിർഭരമായ സാന്നിധ്യവും ദൈവിക മാർഗനിർദ്ദേശവും തേടി ഞാൻ പ്രാർത്ഥനയിൽ എൻ്റെ ശബ്ദമുയർത്തുന്നു. ഈ പുണ്യവേളയിൽ അമ്മയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ഞാൻ എൻ്റെ ഹൃദയവും ആത്മാവും തുറക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഈ ദിനത്തിൽ ധൈര്യത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ വഴിയിൽ വന്നേക്കാവുന്ന പ്രതിബന്ധങ്ങളെ, വെല്ലുവിളികളെ, പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് വെല്ലുവിളികളെ നേരിടുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ആന്തരിക ശക്തിയും ജീവിച്ചിരിക്കുന്ന ഓരോ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുവാനുള്ള ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമേ. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അഭിവൃദ്ധിയുണ്ടാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ചുറ്റുമുള്ളവരുമായി പങ്കിടുന്നതിനും ഞാൻ ഭൗതിക സമൃദ്ധി നൽകി എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. സമ്പത്ത് അതിൻ്റെ എല്ലാ രൂപത്തിലും പ്രകടമാക്കുന്ന ഐശ്വര്യത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും ചാനലാക്കി എന്നെ മാറ്റണമേ. പരിശുദ്ധ ദൈവമാതാവേ, പ്രചോദനാത്മകവും ക്രിയാത്മകവുമായ ലക്ഷ്യത്തിൻ്റെ വ്യക്തതയ്ക്കായി പ്രാർത്ഥിക്കുന്നു. എനിക്ക് ചുറ്റുമുള്ള ലോകത്തിൻ്റെ ക്ഷേമത്തിന് സംഭാവന ചെയ്യുന്ന എൻ്റെ അതുല്യമായ സമ്മാനങ്ങളും കഴിവുകളും കണ്ടെത്തുവാനും പ്രകടിപ്പിക്കുവാനും എനിക്കിടയാകട്ടെ. എൻ്റെ പരമോന്നത വിളിയിലേക്ക് എന്നെ നയിക്കണമേ. അതുവഴി എനിക്ക് അർത്ഥവും സംതൃപ്തിയുമുള്ള ഒരു ജീവിതം നയിക്കുവാനിടയാകട്ടെ. അമ്മയുടെ ആന്തരിക സമാധാനം എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഉത്കണ്ഠയോ ഭയമോ ഇല്ലാതാക്കാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ ദൈവിക ഹിതപ്രകാരം എല്ലാം സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കുവാനുള്ള കൃപ തരണമേ. എല്ലാ ധാരണകൾക്കും അതീതമായ സമാധാനം എൻ്റെ മനസ്സിലും ഹൃദയത്തിലും ആത്മാവിലും നിറയട്ടെ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ മാതാവേ ഞാൻ നന്ദി പറയുന്നു. അർത്ഥവത്തായ ബന്ധത്തിനും ഓരോ പഠന അവസരത്തിനും ഓരോ ശ്വാസത്തിനും ഞാൻ നന്ദി പറയുന്നു. ജീവിതത്തിൻ്റെ സമ്മാനത്തിനും ഓരോ ദിവസവും വളരുവാനും പരിണമിക്കുവാനുമുള്ള അവസരത്തിനും ഞാൻ നന്ദി പറയുന്നു. എല്ലാ ജീവികളോടും സ്നേഹവും അനുകമ്പയും പ്രസരിപ്പിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന നന്മ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമേ.
എൻ്റെ സാന്നിധ്യം എനിക്ക് ചുറ്റുമുള്ളവർക്ക് ആശ്വാസത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും ഉറവിടമാക്കട്ടെ. പരിശുദ്ധ മാതാവേ, എപ്പോഴും ഞങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും എന്നറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ യാത്രയുടെ ഓരോ ചുവടിലും എൻ്റെ പാത പ്രകാശിപ്പിക്കുകയും ദൈവിക കൃപ നൽകുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.